ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 2025 പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ആൻസർ. അപ്പോൾ ഒന്നാമത്തത് വായിക്കാലോ. യുവർ ടീച്ചർ വിൽ ടെൽ യു എ സ്റ്റോറി. ഇവിടെ ഇപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി പറയുന്നത് നിങ്ങളുടെ ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരും. ആ സമയത്ത് അത് കെയർഫുള്ളായിട്ട് കേൾക്കുക. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അതിൻ്റെ ആൻസർ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി 2 വിശദമായിട്ട് നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി 2 നോക്കിയാലോ. ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. ഇവിടെ താഴെ കൊടുത്ത സ്റ്റോറി വായിച്ചു നോക്കാനാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. അപ്പോൾ ഇവിടെ കൊടുത്ത സ്റ്റോറി വായിച്ചു നോക്കാലോ. ദിൽന ആൻഡ് ഐസക് വെയർ പ്ലേയിങ് ഔട്ട്സൈഡ് ഹാപ്പിലി. ദിൽനയും ഐസക്കും പുറത്തു നിന്ന് സന്തോഷത്തോടുകൂടി കളിക്കുകയാണ്. സഡൻലി ദിൽന സ്റ്റോപ്പ്ഡ്. എന്താണ്? ദിൽന പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത്. എന്താ? ഓ, ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ്. ദിൽന ഷൗട്ടഡ്. എന്തിനാണ് സ്റ്റോപ്പ് ചെയ്തത്? എൻ്റെ ഒരു ചപ്പൽ കാണുന്നില്ല. അങ്ങനെ ദിൽന അത് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ദേ ലുക്ക്ഡ് അണ്ടർ ദ ബെഞ്ച് നിയർ ദ സ്വിങ് ആൻഡ് എവരിവർ നോ സ്ലിപ്പർ. എന്താണ്? അവർ ആ സ്ലിപ്പറിന് വേണ്ടി, ചപ്പലിന് വേണ്ടി എവിടെയൊക്കെ പരതി എന്നാണ് പറയുന്നത്? അണ്ടർ ദ ബെഞ്ച്, ബെഞ്ചിൻ്റെ അടിയിൽ, പിന്നെ നിയർ ദ സ്വിങ്, ഊനാലിൻ്റെ അടുത്ത്, പിന്നെ മറ്റുള്ള സ്ഥലത്തൊക്കെ പരതി നോക്കി, പക്ഷെ എവിടെയും കണ്ടെത്തിയില്ല. സഡൻലി ദേ ഹേർഡ്. പെട്ടെന്ന് അവരൊരു ശബ്ദം കേട്ടു. എന്താണ്? ഹൂ, ഒരു ഹൂ എന്നുള്ള ഒരു സൗണ്ട് കേട്ടു. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് വാസ് നൈബേഴ്സ് പപ്പി. അത് അടുത്ത വീട്ടിലെ ഒരു നായ്ക്കുട്ടിയുടെ ശബ്ദമായിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്? ഇറ്റ് ഹാഡ് ദ സ്ലിപ്പർ ഇൻ ഇറ്റ്സ് മൗത്ത്. അപ്പോൾ ഇവളുടെ ചെരുപ്പ് എവിടെയാണുള്ളത്? ആ പട്ടിക്കുട്ടിയുടെ വായിലാണ് ഉള്ളത്. കം ഹിയർ പപ്പി സെഡ് ഐസക്. ഐസക് പറഞ്ഞു, ഇവിടെ വരൂ പപ്പിന്ന് നായയെ വിളിച്ചു. ദ പപ്പി റാൻ ടു ദം. ഇറ്റ് ഡ്രോപ്പ്ഡ് ദ സ്ലിപ്പേഴ്സ് ഡൗൺ. അങ്ങനെ പപ്പി ഓടി, പിന്നെ അത് എവിടെ വെച്ചു? താഴെ ഇട്ടു. ആ സ്ലിപ്പർ, ആ ചെരുപ്പ് താഴെ ഇട്ടു. സില്ലി പപ്പി സെഡ് ദിൽന. ദിൽന പറഞ്ഞു സില്ലി പപ്പി, അല്ലെ, ആ പപ്പിനെ തലോടിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെന്താ? ദേ ഗേവ് ഇറ്റ് എ ബിസ്ക്കറ്റ്. ആ പട്ടിക്കുട്ടിക്ക് അവരൊരു ബിസ്ക്കറ്റ് കൊടുത്തു. ദ പപ്പി വാഗ്ഡ് ഇറ്റ്സ് ടൈൽ. പപ്പി എന്ത് ചെയ്തു? അതിൻ്റെ വാലാട്ടി, അല്ലെ, നന്ദി അറിയിച്ചുകൊണ്ട് വാല് ആട്ടി. ജസ്റ്റ് ദെൻ ഇറ്റ് റാൻ ഓഫ് അഗെയിൻ. പിന്നെ എന്താന്ന്? അത് വേഗത്തിൽ തന്നെ ഓടിപ്പോയി. വേർ ഇറ്റ് ഈസ് ഗോയിങ് നൗ. അത് എവിടെയാണിപ്പോൾ പോകുന്നത്? ആസ്ക്ഡ് ഐസക്. ഐസക്കാണ് ഈ കാര്യം ചോദിച്ചത്. ദേ ഫോളോവ്ഡ് ദ പപ്പി. അങ്ങനെ അവർ ആ പപ്പിയെ പിന്തുടർന്നു. ഇറ്റ് സ്റ്റോപ്പ്ഡ് നിയർ എ ബുഷ്. എന്താണ്? അത് എവിടെയാണ് നിന്നത്? പോയിട്ട് ഒരു ബുഷിൽ, അല്ലെ, ഒരു കുറ്റിക്കാട്ടിൽ പോയിട്ട് നിന്നു. എന്നിട്ടോ ഇൻസൈഡ് ദേ സോ ഐസക്. എന്നിട്ട് അത് ഐസക്കിനെ നോക്കി. മൈ റെഡ് കാർ ഐ ലോസ്റ്റ് ഇറ്റ് ലാസ്റ്റ് വീക്ക് ഐസക് സെഡ്. അല്ലെ, എൻ്റെ ചുവന്ന കാർ ഇതെനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരാഴ്ചയായി. ആര് പറഞ്ഞു? ഐസക് പറഞ്ഞു. ദ പപ്പി ഫൗണ്ട് ദാറ്റ് ടു. അപ്പോൾ പപ്പി എന്ത് കണ്ടെത്തി? ആ ഒരു ടോയും കൂടി കണ്ടെത്തി, അല്ലെ, ടോയ് കാറും കൂടി കണ്ടെത്തി. ആദ്യം ചെരുപ്പ് കണ്ടെത്തി, ഇപ്പോൾ ടോയ് കാറും കൂടി കണ്ടെത്തി. ഇതാരാ പറഞ്ഞത്? ഇങ്ങനെ സെഡ് ദിൽന. ദിൽന പറഞ്ഞു. മോം കെയിം ഔട്ട്സൈഡ്. വാട്ട് ഹാപ്പൺ. അപ്പോൾ അമ്മ പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയത്? അപ്പോൾ ഐ ഫൗണ്ട് ഔട്ട് മൈ സ്ലിപ്പേഴ്സ് സെഡ് ദിൽന. ദിൽന പറഞ്ഞു, എനിക്ക് എൻ്റെ കാണാതായ ചെരുപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെയോ ആൻഡ് മൈ ടോയ് കാർ ടു സെഡ് ഐസക്. ഐസക് പറഞ്ഞു, എൻ്റെ ടോയ് കാറും കൂടി കിട്ടി. അപ്പോൾ ഇത്രയുമാണ് സ്റ്റോറി. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓ ഐ ലോസ്റ്റ് വൺ ഓഫ് മൈ സ്ലിപ്പേഴ്സ് ഹൂ ഷൗട്ടഡ് സോ. അല്ലേ, എനിക്കെൻ്റെ ഒരു ചപ്പൽ കാണാണ്ടായി എന്ന് പറഞ്ഞ് ബഹളം വെച്ചത് ആരാണ്? ഹൂ ഷൗട്ടഡ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? നമുക്കറിയാം ആരാ പറഞ്ഞത്? ദിൽന, അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? ദിൽന. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ പപ്പി ഹാവ് ഇൻ ഇറ്റ്സ് മൗത്ത്. പപ്പിയുടെ മൗത്തിൽ എന്താണ് ഉള്ളത്? അപ്പോൾ എന്താണ്? സ്ലിപ്പർ, അല്ലേ, ചെരുപ്പ്. അപ്പോൾ അവിടെ ആൻസർ എഴുതണം സ്ലിപ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
ദിൽന ആൻഡ് ഐസക് ഗേവ് ദ പപ്പി എ. ദിൽനയും ഐസക്കും പപ്പിക്ക് എന്താണ് കൊടുത്തത്? അവിടെ ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ടോയ്, ബനാന, ബിസ്ക്കറ്റ്, ഫ്ലവർ. എന്താണെന്ന് നമുക്കറിയാം, ബിസ്ക്കറ്റ് അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ആൻസർ ബിസ്ക്കറ്റ് എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസക്സ് ടോയ് കാർ ഈസ് ഡാഷ് ഇൻ കളർ അല്ലേ? ഐസക്കിൻ്റെ ടോയ് കാർ കണ്ടിരുന്നു, അത് ഏത് കളറാണെന്നാണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ, റെഡ്, ബ്ലാക്ക്, വൈറ്റ്. നമുക്കറിയാം ഏതാണ്? റെഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ദാറ്റ് മീൻസ് യങ് വൺ ഓഫ് എ ഡോഗ്. ഈ സ്റ്റോറിയിൽ യങ് വൺ അല്ല, ഡോഗിൻ്റെ കുഞ്ഞിന് എന്താണ് പറയുന്നത്? അപ്പം നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പപ്പി. അപ്പം അതിൻ്റെ ആൻസർ പപ്പിയാണ്. ഇനി ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ അല്ലേ? സംഭാഷണം എഴുതാനാണ് പറഞ്ഞത്. ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ ദിൽന വെന്റ് ടു ഹെർ ഗ്രാൻഡ്മാസ് ഹൗസ്. ഗ്രാൻഡ്മ വാംലി വെൽക്കംഡ് ഹെർ. ഷീ മെയ്ഡ് പായസം ഫോർ ദിൽന അല്ലേ? അപ്പോൾ എന്താണ്? ദിൽന സമ്മർ വെക്കേഷന് എവിടെ പോയി? ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോയി. ഗ്രാൻഡ്മ നല്ല സന്തോഷത്തോടെ അവളെ സ്വീകരിച്ചു. ഗ്രാൻഡ്മ അവൾക്ക് വേണ്ടി പായസം ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ. ഇനി കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. ഇവിടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഗ്രാൻഡ്മ ഫസ്റ്റ് പറഞ്ഞു എന്താണ്? ദിൽന കം ഡിയർ. ദിൽന ഇങ്ങ് വരൂ എന്ന് പറഞ്ഞു. ഇവിടെ വരൂ മോളെ എന്ന് വിളിച്ചു. അപ്പോൾ ദിൽന എന്ത് പറഞ്ഞു? ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ ഗ്രാൻഡ്മ? ഞാനിവിടെ തന്നെ ഉണ്ട്, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ അമ്മമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ ഗ്രാൻഡ്മ പറഞ്ഞു യെസ്. എന്തായിരിക്കും പറയുക? യെസ്. നമുക്കവിടെ കൊടുക്കാം, ഐ മെയ്ഡ് ഡിലീഷ്യസ് പായസം ഫോർ യു. നിനക്ക് നല്ല രുചികരമായ പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ കൊടുത്താലോ? ഇനി ദിൽന പറയുന്നതാണ്, യു നോ ഐ ലൈക്ക് പായസം. നിങ്ങൾക്കറിയോ എനിക്ക് പായസം ഇഷ്ടമാണെന്ന്. അപ്പോൾ ഗ്രാൻഡ്മ പറയും ഹാവ് ഇറ്റ്. ഇത് എടുത്തോളൂ മൈ ഡിയർ, അതായത് എൻ്റെ മോൾ ഇത് എടുത്തോളൂ. ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ടേസ്റ്റ്. എന്നിട്ട് പറയൂ ഇത് എങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയുന്നു. അപ്പോൾ ദിൽന പറയും, എന്താ പറയുന്നത്? എന്താ പറയുക? നല്ല യമ്മി അല്ലെങ്കിൽ ഡിലീഷ്യസ് അങ്ങനെ എന്തെങ്കിലും എഴുതാം. അപ്പോൾ നമ്മളിവിടെ എഴുതി സോ യമ്മി, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ. അപ്പോൾ ഗ്രാൻഡ്മ എന്താ പറഞ്ഞത്? ഐ വിൽ മേക്ക് ഓൺലി ദ ബെസ്റ്റ് ഫോർ മൈ ലിറ്റിൽ പ്രിൻസസ്. ഞാൻ എപ്പോഴും എൻ്റെ ലിറ്റിൽ പ്രിൻസസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? എൻ്റെ കൊച്ചു രാജകുമാരിക്ക് വേണ്ടി ഞാൻ എപ്പോഴും നല്ലതേ ഉണ്ടാക്കുകയുള്ളൂ. ഇനി അപ്പോൾ ദിൽന എന്താ പറയും? വിൽ യു എന്താണ്? നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ ഇതുകൂടി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് വേറൊരാവശ്യം പറയണം. അപ്പോൾ നമുക്ക് എന്താക്കാം? കേക്ക് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും പറയാം, അല്ലെ ലഡു ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും നമുക്കിവിടെ ചോദിക്കാം. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വിൽ യു മേക്ക് സം കേക്ക്സ് ഓൾസോ. നിങ്ങൾ എനിക്ക് കുറച്ച് കേക്ക് കൂടി ഉണ്ടാക്കി തരുമോ? അപ്പോൾ ഗ്രാൻഡ്മ എന്ത് പറയും? ഓഫ് കോഴ്സ് മൈ ലിറ്റിൽ പ്രിൻസസ്. തീർച്ചയായും എൻ്റെ രാജകുമാരിക്ക് ഞാൻ ഉണ്ടാക്കി തരും. അപ്പോൾ ദിൽന എന്ത് പറയൂ? താങ്ക് യു ഗ്രാൻഡ്മ, ഐ ലവ് യു. അപ്പോൾ ഇത്രയുമാണ് ഈ കോൺവെർസേഷൻ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാലോ. അടുത്ത ആക്ടിവിറ്റി ഡയറി എൻട്രി എഴുതാൻ വേണ്ടിയുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാമല്ലോ. ദിൽന വെൻറ്റ് ടു സീ ദ വില്ലേജ് സൈറ്റ്സ് വിത്ത് ഹെർ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മയുടെ കൂടെ ദിൽന വില്ലേജിലെ സൈറ്റ്സൊക്കെ കാണാൻ വേണ്ടി പോയി. ഗ്രാൻഡ്മ ടുക്ക് ഹെർ ടു നിയർ ബൈ പാഡി ഫീൽഡ്. അങ്ങനെ ഗ്രാൻഡ്മ അവളെയും കൂട്ടി എന്താണ് ഫീൽഡിലേക്ക് പോയി. ഫീൽഡ് എന്ന് പറഞ്ഞാൽ വയലിലേക്ക് പോയി. പിന്നെ എന്താ പറയുന്നത്? പോണ്ട് ആൻഡ് ഹിൽസ്. അവിടെ എന്തൊക്കെയുണ്ട്? പോണ്ടിലും ഹിൽസിലും പോയി. വയലിൽ പോണ്ടുണ്ട്. പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തോടുകളുണ്ട്. ഹിൽ എന്ന് പറഞ്ഞാൽ കുന്നുകളൊക്കെ ഉണ്ട്. ഷി എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ്. അങ്ങനെ അവൾ ആ സൗന്ദര്യം, വില്ലേജിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. ഇൻ ദ നൈറ്റ് ഗ്രാൻഡ്മ ടോൾഡ് ഹെർ മെനി സ്റ്റോറീസ്. രാത്രിയായപ്പോൾ ഗ്രാൻഡ്മ അവൾക്ക് കുറേ സ്റ്റോറികൾ പറഞ്ഞു കൊടുത്തു. ദിൽന റീച്ച്ഡ് ബാക്ക് ഹോം ആഫ്റ്റർ സ്പെൻഡിങ് ഹോളിഡേയ്സ് വിത്ത് ഗ്രാൻഡ്മ. അങ്ങനെ ദിൽന വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഷി വാസ് വെരി മച്ച് ത്രില്ലഡ് അല്ലേ? അവർ നല്ല ആവേശത്തിലായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹെർ എക്സ്പീരിയൻസ് ഇൻ ദ ഡയറി. അങ്ങനെ അവൾ വീട്ടിലേക്ക് വന്നു. അവൾ ഡയറി എഴുതാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഹെൽപ്പ് ദിൽന റൈറ്റ് ഹെർ ഡയറി. അപ്പോൾ ദിൽനയെ ഡയറി എഴുതാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. നമ്മൾ സാധാരണ ഡയറി എഴുതുമ്പോൾ ഡേറ്റ് എഴുതും, ഡേ എഴുതും, അതേപോലെ തന്നെ ടൈമും എഴുതും. അപ്പോൾ ഇവിടെ ഡേറ്റും ഡേയും ടൈമും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ ദിൽന കണ്ട കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്.
ഐ ആം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് ഐ ആൻഡ് ഗ്രാൻഡ്മ വെൻറ്റ് ടു ദ പാഡി ഫീൽഡ്. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്, കാരണം ഞാനും ഗ്രാൻഡ്മയും പാഡി ഫീൽഡ് അതായത് വയലിലേക്ക് പോയി. ഐ സോ മെനി സ്മോൾ ഫിഷസ് ഇൻ ദ പോണ്ട്. അവിടെ പോണ്ടിൽ അതായത് കുളത്തിൽ ധാരാളം ചെറിയ മീനുകളെ കണ്ടു. വി ഗിവ് ഫുഡ് ടു ഇറ്റ്. നമ്മൾ അതിന് ഫുഡ് ഇട്ട് കൊടുത്തു. ഐ സോ എ ബിഗ് ഫ്രോഗ് ഇൻ ദ ഫീൽഡ്. പിന്നെ എന്തിനേയും കൂടി കണ്ടു? ഒരു വലിയ തവളയെ കണ്ടു. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? വി വാക്ക് ത്രൂ ദ നാരോ ഓഫ് ദ ഫീൽഡ്. നമ്മൾ എങ്ങനെയാണ് നടന്നത്? ആ വയലിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ, അല്ലേ, സൈഡിന് വരമ്പുണ്ടാവും, ആ വരമ്പിലൂടെ നടന്നു. ഐ സോ ഫ്രഷ് റൈസ് ബഡ്സ് ആൻഡ് ഐ പ്ലക്ക്ഡ് ആൻഡ് ടേസ്റ്റഡ് ഇറ്റ്. എന്താണ് ഫ്രഷ് റൈസ് ബഡ്സ് എന്ന് പറഞ്ഞാൽ നെൽക്കതിർ കണ്ടു. അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്തു, എന്നിട്ട് ടേസ്റ്റ് നോക്കി, അല്ലേ, അതിൻ്റെ ടേസ്റ്റ് നോക്കി. ദിസ് വാസ് എ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എഴുതാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. 4 ബി നോട്ടീസാണ്. ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. സ്കൂളിൽ ഒരു ബുക്ക് ഫെയർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ദേ ഇൻവൈറ്റഡ് ദ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടു ഇനോഗ്രേറ്റ് ദ ഫംഗ്ഷൻ. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സണെയാണ് വിളിച്ചത്. പിന്നെ എന്താ പറഞ്ഞത്? ദിൽന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹാവ് ടു പ്രിപ്പയർ ദ നോട്ടീസ്. ദിൽനയും അവരുടെ കൂട്ടുകാരികളും നോട്ടീസ് പ്രിപ്പയർ ചെയ്തു. ഹെൽപ്പ് ദം പ്രിപ്പയർ ദ നോട്ടീസ്. അവരെ നോട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ. ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. വെന്യൂ കൊടുത്തിട്ടുണ്ട്, സ്കൂൾ ഓഡിറ്റോറിയം. ഡേറ്റ് 3 സെപ്റ്റംബർ 2025 കൊടുത്തിട്ടുണ്ട്. ടൈം കൊടുത്തിട്ടുണ്ട് 10 AM. പിന്നെ ചീഫ് ഗസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കണം. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. നോട്ടീസിൻ്റെ ഫോർമാറ്റ് ആദ്യം ശ്രദ്ധിക്കുക. നോട്ടീസിന് വലുപ്പത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഫസ്റ്റ് എഴുതുക. പിന്നെ സ്കൂളിൻ്റെ പേര് ഇവിടെ നമ്മൾ കൊടുത്തത് ABC പബ്ലിക് സ്കൂൾ എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. പേര് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന പേര് കൊടുക്കുക. പിന്നെ ഡേറ്റ് 3/9/2025 തന്നിട്ടുണ്ട്. ടൈം 10 AM ആണ്, അതും തന്നിട്ടുണ്ട്. പിന്നെ വെന്യൂ എന്ന് പറഞ്ഞാൽ സ്ഥലം, എവിടെ വെച്ചാണ് നടത്തുന്നത്? സ്കൂൾ ഓഡിറ്റോറിയം. അപ്പോൾ അതും കൊടുത്തു. പിന്നെ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് ടു ഇൻഫോം ഓൾ സ്റ്റുഡൻസ് അബൌട്ട് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ ഓൺ 3/9/2025 ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം. നിങ്ങളെ അറിയിക്കുകയാണ്, ഒരു ബുക്ക് ഫെയർ നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 3/9/2025 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ദ ഫെയർ ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് ടു എൻകറേജ് റീഡിംഗ് എമംഗ് സ്റ്റുഡൻസ്. എന്തിനാണ് ഇതിന് മുൻതൂക്കം നൽകിയത്? എന്തുകൊണ്ടാണ്? ഇത് സ്റ്റുഡൻസിൻ്റെ റീഡിങ്, അതായത് വായന മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. പിന്നെ എന്താ എഴുതുക? പിന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ വിൽ ബി അവർ ചീഫ് ഗസ്റ്റ്. അല്ല, ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കൊടുത്തത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളവിടെ സൂചിപ്പിക്കുക. പിന്നെ ലാസ്റ്റ് ചെയ്ത ഓൾ ആർ വെൽക്കം. പിന്നെ താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റും സ്ഥലവും എഴുതാം. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൻ്റെ അടുത്തായിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുകയും വേണം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇനി ആക്ടിവിറ്റി 5A, ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ്. ഈ ഈവൻറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിനനുയോജ്യമായ കാര്യങ്ങൾ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ലുക്ക് അറ്റ് ദ പിക്ചർ, ദ മേജർ ഈവൻറ്റ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ. ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് സ്റ്റോറി മനസ്സിലാവും, അല്ലേ? അപ്പോൾ ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ വേർഡ്സിൽ ഓരോ പിക്ചറിന് അനുയോജ്യമായ സ്റ്റോറി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ദിൽന ആൻഡ് മദർ വെയർ ഗോയിങ് ഓൺ ദ മാർക്കറ്റ് ഇൻ ദ സ്കൂട്ടർ. ദിൽനയും അമ്മയും സ്കൂട്ടറിൽ മാർക്കറ്റിൽ പോവുകയായിരുന്നു. ഇനി അടുത്ത പിക്ചർ. ദേ സോ ആൻ ആക്സിഡൻറ്റ്. അവർ ഒരു ആക്സിഡൻറ്റ് കണ്ടു. ഇനി മൂന്നാമത്തെ പിക്ചർ. ദിൽനാസ് മദർ കോൾഡ് ആംബുലൻസ്. ദിൽനയുടെ അമ്മ ആംബുലൻസിനെ വിളിച്ചു. ഇനി അടുത്ത പിക്ചറിൽ ദേ ക്യാരീഡ് ദം ഇൻ ദ ഹോസ്പിറ്റൽ. അവർ ആ അപകടം പറ്റിയാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 5A.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക്